അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള സഹോദര സഹോദരിമാരെ, നമുക്കെല്ലാവർക്കും ദുനിയാവുമായി കൊണ്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന സമയത്ത് പലവിധ ആവശ്യങ്ങൾ നിറവേറാനുള്ളവരാണ്. പല ഹാജാത്തുകളിലൂടെ അതൊക്കെ നിറവേറി ജീവിതം സംശുദ്ധമാക്കണം, എൻ്റെ ജീവിതം വളരെയധികം സമ്പൂർണ്ണമാകണം എന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവുകയില്ല. എല്ലാവരും അവരുടെ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ വളരെയധികം സന്തോഷത്തോടുകൂടെ നടന്നു കിട്ടാനാണ്, അതിനുവേണ്ടിയാണ് പരിശ്രമിക്കുന്നതും പ്രയത്നിക്കുന്നതും. എന്നാൽ മഹാന്മാർ നമുക്കുണർത്തി തന്ന ഈ ഒരു അമലിനെ നാം ദിനം പ്രതി എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും 11 തവണ ചൊല്ലിയാൽ, ചൊല്ലാൻ പോകുന്ന ആ ദിക്ർ തീയിനാൽ പവറുള്ളൊരു ദിക്റാണ്. അതിൻ്റെ പേര് തന്നെ സ്വലാത്താണ്. ഏതാണ് ആ സ്വലാത്ത്? നാരിയത്തു സ്വലാത്ത്. എല്ലാവർക്കും സുപരിചിതമാണ്. കേൾക്കാത്ത ആളുകളൊക്കെ വളരെ കുറവാണ്. നാരിയത്തു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളെ തീ പോലെ കരിച്ച് കളയുന്ന സ്വലാത്ത് എന്നാണ്. നാരിയത്ത് എന്ന് പറഞ്ഞാൽ തീ എന്നാണ് അർത്ഥം ഉള്ളത്. നമ്മുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളെയൊക്കെ തീ പോലെ കരിച്ച് കളയുന്ന, ഇല്ലാതെയാക്കി കളയുന്ന സ്വലാത്ത്. എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ നാരിയത്ത് സ്വലാത്തിനെ 11 തവണ കൃത്യമായി നമ്മുടെ ആവശ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ചൊല്ലിയാൽ വളരെ പെട്ടെന്ന് തന്നെ അത് നടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായം നൽകുമെന്നാണ്. മഹാന്മാരുടെ ഖൗലുകളാണതൊക്കെ. നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതും തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ എല്ലാവരും പതിവാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യങ്ങളൊക്കെ, ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു പൂർത്തീകരിച്ച് തരട്ടെ. സമ്പൽ സമൃദ്ധിയുള്ള ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തന്നനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.